ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തോടെ ഏകദേശം ലീവൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് തിരിച്ചു പോകേണ്ട ദിവസങ്ങളായി. ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അന്ന് ലാസ്റ്റ് ദിവസം എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും കൂടിയതല്ലേ, ഈ വർഷത്തോടെ ഈ ഒരു കൂടൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വർഷത്തിലാണല്ലോ കൂടുള്ളൂ. അപ്പോൾ എന്തായാലും ബീഫ് ബിരിയാണി വെക്കാൻ പറഞ്ഞു. ഞാൻ തന്നെയാണ് കേട്ടോ വെച്ചത്, നല്ല റാവുത്തർ ബീഫ് ബിരിയാണി. അപ്പോൾ പിന്നെ എന്നാൽ ഒരു പായസം ആവാൻ പറഞ്ഞിട്ട് ചെറുപയർ പായസമല്ലേ, അതാണ് കേട്ടോ, ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള പായസം, അതും വെച്ചു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും കുട്ടികളെല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇതാ വാഴയിലയിൽ നല്ല ചൂടുള്ള റാവുത്തർ ബീഫ് ബിരിയാണിയും അതുപോലെ ചിക്കൻ ഗ്രേവിയും തൈരൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ ഞാൻ താത്താൻ്റെ വീട്ടിൽ പോയിട്ടോ. ഒരു ദിവസം നിൽക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം 6-7 മണിയായിട്ടാണ്. എന്നാൽ പിന്നെ അവൾ പറഞ്ഞു എന്നാൽ ഞാൻ പൊറാട്ട ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അവളാണെങ്കിൽ അടിപൊളിയായിട്ട് പൊറാട്ട ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് അവളുടെ പൊറാട്ട കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് എന്തായാലും പൊറാട്ട വേണം പറഞ്ഞു. എന്നാൽ പിന്നെ ആഗ്രഹം പറഞ്ഞതല്ലേ പറഞ്ഞിട്ട് അവൾ പൊറോട്ട ഉണ്ടാക്കി തന്നു കേട്ടോ. മാവൊക്കെ കുഴച്ച് സെറ്റ് ചെയ്ത് വെച്ച് അതിന് ശേഷം എന്താ നല്ല വീശി അടിച്ചിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ അവളുടെ വർക്ക് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇടുന്ന ഓരോ ഡ്രസ്സും അവളാണ് സ്റ്റിച്ച് ചെയ്ത് തരാറുള്ളത്, മോഡലിങ് ചെയ്ത് തരാറുള്ളത് കേട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇന്ന് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ പൊറോട്ടയൊക്കെ വീശി അടിച്ച് ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുകൊണ്ട് പരത്തുക, ചുടുക, തട്ടുക, കഴിക്കുക. നല്ല ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തട്ടുകടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന അതേ ഭംഗിക്കാണ് ഇതാ ചുറ്റിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൊറാട്ട പണി അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതാ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മുളക് കറിയാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമല്ലോ അതേപോലത്തെ ചിക്കൻ മുളക് കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ പൊറോട്ട ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടൊരു 10 എണ്ണമൊക്കെ ആവുമ്പോൾ ഒന്നിച്ചിട്ടിട്ട് ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. അതുപോലെ ഇങ്ങനെ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ വല്ല നൂല് പോലെ ആയിരിക്കും കേട്ടോ വരിക. അപ്പോൾ ഇതവിടെ പൊറോട്ട തട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വേണം തട്ടിയെടുക്കാനായിട്ട്, കണ്ടില്ല, നല്ല കുഴഞ്ഞ് നിൽക്കും കൂടെ വേണം ഇങ്ങനെ തട്ടുമ്പോൾ. അതുപോലെ മേലെന്ന് താഴേക്ക് എടുക്കുക, അങ്ങനെ മാറ്റി മാറ്റി എടുത്തിട്ട് വേണം കേട്ടോ തട്ടുക. നമ്മൾ തട്ടുകടയിൽ പോയാൽ എങ്ങനെയാണോ ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ചെയ്തത്. അതേപോലത്തെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിത് കണ്ടുകൊണ്ടേ നിൽക്കുന്ന സമയത്ത് വേഗത്തിൽ ഒന്ന് എടുത്തിട്ട് ചൂടോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കറിയൊന്നും കൂട്ടാതെ ചൂടോടെ വെറും പൊറോട്ട മാത്രം കഴിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക, ബാക്കി കറി കൂട്ടിയിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ പോയിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല കാറ്റിൻ്റെ സമയമാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു രാത്രി നേരത്തെ കാറ്റിന് നല്ലൊരു തണുപ്പാണ്. അതുപോലെ രാവിലെ നേരത്തെ, അപ്പോൾ ആ ഒരു കാറ്റ് കൊണ്ടിട്ട് കുറച്ച് നേരം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ട് മേലെ പോയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും പൊറാട്ടയും കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ദിവസം കടന്നു പോയിട്ടോ. ഇത് പിറ്റത്തെ ദിവസം രാവിലെയാണ്. ഇന്ന് നമുക്കൊരു കല്യാണം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ രാവിലെ ഞാൻ ചായയും ബിസ്ക്കറ്റും കഴിക്കുകയാണ് കേട്ടോ. താത്തയാണെങ്കിൽ രാവിലെ നേരത്തെ എണിച്ചു കേട്ടോ. ഒരു 4 മണിയോ എന്തോ ആയി. ആ സമയം എണീച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, നമുക്കാണെങ്കിൽ കല്യാണത്തിനും പോകണം. അപ്പോൾ അതിനുള്ളിൽ ഇന്നുള്ള വർക്കൊക്കെ തീർത്ത് കൊടുക്കണം പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് അവളുടെ ഓവർലക്ക് മെഷീൻ കേട്ടോ. ഞാൻ ഇതിലിരുന്നിട്ട് ഓവർലക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ചില സമയത്തൊക്കെ തിരക്കുള്ള സമയത്ത് ഓവർലക്ക് ചെയ്യാണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് 2 സ്റ്റിച്ചിങ് മെഷീനാണ് കേട്ടോ. അതിപ്പോൾ ഉപയോഗിക്കാറില്ല, മറ്റേ വലുതാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് താത്ത ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ ടൂൾസൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തുള്ളത് നമ്മളിങ്ങനെ ഈ ബട്ടൺ വെക്കൂല, ബട്ടൺ പ്രസ്സാണ്, അങ്ങനെ എന്തോ പറയും തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിന് നമ്മൾ ഡ്രസ്സുകളിൽ ഇങ്ങനെ ബട്ടൺ വെക്കുന്നതിൻ്റെ ഒരു സാധനമാണ് കേട്ടോ. ഞാൻ വലുതായിട്ടൊന്നും അത് എടുത്തൊന്നും നോക്കിയില്ല. ഇനി എനിക്ക് കറക്റ്റായിട്ട് എന്താണെന്നൊന്നും അറിയില്ല. അവൾക്ക് അതെങ്ങനെ വെക്കുക എടുക്കാമെന്ന് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടൺ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഡ്രസ്സിൻ്റെ തറ്റത്ത് വെക്കുന്ന ലേസുകളാണ് കേട്ടോ. ഇതെല്ലാം ഒരുപാട് ലേസുകളുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചു തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ലേസും കേട്ടോ. അങ്ങനെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ.
അടിപൊളിയായിട്ടുണ്ട് ചെയ്തത് കാണാനായിട്ട്. ഒരു മെറൂൺ കളറിലൊക്കെയാണ് കേട്ടോ. പിന്നെ തുണിൻ്റെയും സംഭവത്തിൻ്റെയൊക്കെ പേര് അവൾക്കാണ് കറക്റ്റായിട്ട് അറിയുള്ളൂ. എനിക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും വല്ലാണ്ട് അറിയില്ല. ഞാൻ സ്റ്റിച്ച് ചെയ്യും, ഷേപ്പ് ചെയ്യുക, കൈ വയ്ക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഈ തുണികളുടെ പേര് ഏതാണ് ഇതിന് വെച്ചാൽ മാച്ച് ഉണ്ടാവുക, അങ്ങനത്തെയൊക്കെ സംഭവം അവൾക്കാണ് കേട്ടോ അറിയുള്ളൂ. പക്ഷേ ഈ ഒരു വർക്കൊക്കെ അവൾ തന്നെ ചെയ്താണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ദോശയും ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അവളുടെ കൂടെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കൊടുത്തു കേട്ടോ. ഇത് ഒരു കല്യാണത്തിൻ്റെ സാരിയാണ് കേട്ടോ. സംഭവം നന്നായിട്ടുണ്ട് കാണാൻ. സാരി കളറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്താണി ഭാഗം സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ മുന്താണി ഭാഗം ഇങ്ങനെ നമ്മൾ നൂല് ഇതുപോലെ എടുത്തിട്ട് അതിനിങ്ങനെ നമ്മൾ കുഞ്ചലൊക്കെ പറയില്ല, അതുപോലെ ഇങ്ങനെ കെട്ടിയിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാനതിങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ്. അവളിതിങ്ങനെ കറക്റ്റായിട്ട് എടുത്തിങ്ങനെ കെട്ടുന്നുണ്ട്. എന്നിട്ട് അവസാനം എല്ലാതും കൂടെ ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് ഒരേപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇനി ഒരു സാരിൻ്റെ ബ്ലൗസൊക്കെ അടിച്ച് അവിടെ സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഒപ്പം വെച്ചിട്ട് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ, എന്നാലാണ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞു. പിന്നെ ഇവിടെ വേറൊരു സാരിയും കൂടെ ഉണ്ട് കേട്ടോ. അത് കാണാൻ എന്തൊരു ഭംഗി അറിയോ. സിമ്പിളാണ്, പക്ഷെ കാണാൻ അടിപൊളി കളർ കോമ്പിനേഷനും അതുപോലെ അതിൽ ഇതുപോലെ ചെറുതായിട്ടുള്ള വർക്കേ ഉള്ളൂ. സംഭവം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് കണ്ടത് ഇഷ്ടമായി. ഒന്ന് സാരി ഉടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കെന്തോ ഈ ഒരു മെനക്കെട്ട പണിയാണ് സാരി ഉടുക്കുക പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ സാരി ഉടുക്കുന്നത് എനിക്ക് കുറച്ച് മടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല ചേർച്ചുള്ള കളറും അതുപോലെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ കുറേ ഫോട്ടോസൊക്കെ വെച്ച് എടുത്ത് നോക്കി. അതുപോലെ ഇങ്ങനെ കണ്ണാടിൻ്റെ മുമ്പിലൊക്കെ വന്ന് ഇങ്ങനെ നോക്കിയിട്ടോ. അതൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പ്രിൻസസ് മോഡലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളവിടെ തുണിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ വിളിക്കാറുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത്, നീ ഇത് നോക്കി പഠിക്കുന്നൊക്കെ. എനിക്കെന്തോ വലിയൊരു താല്പര്യമില്ല. ചില സമയത്ത് തോന്നും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലോ എന്ന്. ചിലപ്പോൾ ഇതുപോലെ ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അവളെ എനിക്കിങ്ങനെ പറഞ്ഞു തരും കേട്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം പറഞ്ഞിട്ട്. ഞാൻ പോയി നിന്ന് നോക്കാറുണ്ട്. അങ്ങനെ അവൾ വരയ്ക്കുന്നതും കണ്ടു, അവിടെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ. ഇതാണ് പ്രിൻസസ് മോഡൽ. ഫുൾ സ്ലീവാണ്. അതുപോലെ അതിൻ്റെ എഡ്ജ് ഭാഗത്തായിട്ട് ഇതുപോലെ ആ ഡിസൈൻ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊന്ന് ഇട്ടാലോ എന്ന് തോന്നും, അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടൊക്കെ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്ക് കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നിന്നത്. സംഭവം ഏകദേശം ഒരു 3/4 സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി വന്നപ്പോഴാണ് ഞാനൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇട്ട് നോക്കി. നമ്മളിങ്ങനെ ഇറക്കുമല്ലോ, താഴത്തേക്ക് പിടിച്ച് വലിച്ച് ഇറക്കിയപ്പോൾ സംഭവം പിന്നി കീറി വന്നു. അങ്ങനെ ഞങ്ങളത് അവിടെ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് എന്തെങ്കിലും ഓപ്ഷൻ നോക്കാൻ പറഞ്ഞാൽ അതിനുള്ള ടൈം കിട്ടിയില്ല. അവസാനം ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്ത് അത് ഷേപ്പ് ചെയ്തിട്ടാണ് കല്യാണത്തിന് പോയതിട്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എന്താ അറിയില്ല, അതങ്ങനെ ആയിപ്പോയി. എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ആലോചിച്ചിട്ട് വല്ലാത്തൊരു സങ്കടമായിരുന്നു കേട്ടോ. താത്താക്കാണെങ്കിലും ഒരുപാട് സങ്കടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ സാരമില്ല, എപ്പോഴും അല്ലാതെ ശരിയാവണമെന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ കല്യാണത്തിന് പോകണം കേട്ടോ. അവിടെയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഫ്രഷ് ജ്യൂസാണ്. ഞാൻ ഗ്രേപ്പും അതുപോലെ പൈനാപ്പിളും കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ദാഹമായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മയും താത്തി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയി. കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കല്യാണത്തിന് പോയത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതോടെ ഈ വർഷത്തെ വീഡിയോ അവസാനിച്ചു. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷത്തെ പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.